ഹായ് ഓൾ, ഫസേറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ UP സ്കൂൾ സ്വിംഗ് ടീച്ചർ തസ്തികയിലേക്ക് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, 3/8/2023 പാലക്കാട് ജില്ലയിൽ സ്വിംഗ് ടീച്ചർ തസ്തികയിലേക്ക് പരീക്ഷ നടന്നിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വസ്ത്രങ്ങളുടെ കോളർ, ഫേസിംഗ് മുതലായ ഭാഗങ്ങളിൽ ക്യാൻവാസ് ചേർത്ത് തുന്നാൻ സഹായിക്കുന്ന താൽക്കാലിക സ്റ്റിച്ചാണ്. താൽക്കാലിക സ്റ്റിച്ച് ഏതാണെന്നാണ് ചോദ്യം. അതായത് വസ്ത്രങ്ങളുടെ കോളർ, ഫേസിംഗ് മുതലായ ഭാഗങ്ങളിൽ ക്യാൻവാസ് ചേർത്ത് തുന്നാൻ സഹായിക്കുന്ന താൽക്കാലിക സ്റ്റിച്ച്. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഈവൻ ബാസ്റ്റിംഗ്, പാഡ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, പിക്ക് സ്റ്റിച്ച്. അപ്പോൾ ഇത്രയും ടെമ്പററി സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലേതാണ് ക്യാൻവാസ് കോളറിനോട് ചേർത്ത് തയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ പാഡ് സ്റ്റിച്ചാണ്. നമ്മുടെ ഫസറ ഫാഷൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് പഠിച്ച ആൾക്കാർക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. കാരണം നമ്മളിത് ക്ലാസ് കൊടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ. വസ്ത്രങ്ങളുടെ കോളർ, ഫേസിംഗ് മുതലായ ഭാഗങ്ങളിൽ ക്യാൻവാസ് ചേർത്ത് തുന്നാൻ വേണ്ടി സഹായിക്കുന്ന സ്റ്റിച്ചാണ് പാഡ് സ്റ്റിച്ച്. ഇത് V ആകൃതിയാണ് കാണുന്നത്. ഇങ്ങനെ എക്സ്പ്ലനേഷനായിട്ട് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു തയ്യൽ മെഷീനിൽ തയ്ക്കുന്ന അവസരത്തിൽ തുണിയെ മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്ന ഉപകരണം ഏത്? ഇതും എല്ലാവർക്കും അറിയാം. അതായത് സീയിങ് മെഷീൻ്റെ പാർട്സ് പഠിച്ചാൽ അതിൽ നമുക്ക് ബേസിലുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കിയാൽ അതിലാണ് നമുക്കിതിൻ്റെ ആൻസർ കണ്ടെത്താൻ സാധിക്കുക. അപ്പോൾ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പ്രഷർ ഫുട്ട്, സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ, ഫീഡ് ഡോഗ്, സ്റ്റിച്ച് റെഗുലേറ്റർ. ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഫീഡ് ഡോഗ്. അതായത് ഒരു തയ്യൽ മെഷീൻ തയ്ക്കുന്ന അവസരത്തിൽ തുണിയെ മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്ന ഫീഡ് ഡോഗാണ്. ഫീഡ് ഡോഗ് ചലിക്കുമ്പോഴാണ് തുണി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫീഡ് ഡോഗിനെ ടീത്ത് എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വലിയ എംബ്രോയ്ഡറി ഡിസൈൻ തയ്ക്കുന്ന അവസരത്തിൽ പൂക്കളുടെ മധ്യത്തിലുള്ള പൂമ്പൊടി തയ്ക്കുന്ന അനുയോജ്യമായ സ്റ്റിച്ച് ഏത്? പൂമ്പൊടി തയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച്. ഇതും നമ്മൾ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ്. എംബ്രോയ്ഡറി പറയുന്ന സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്രഞ്ച് നോട്ടാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഫ്രഞ്ച് നോട്ട് കൊണ്ടാണ് നമ്മൾ പൂമ്പൊടി തയ്ക്കാൻ ഉപയോഗിക്കുന്നത്. മിക്ക എക്സാമിനും അധികം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് പൂമ്പൊടി തയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏത്? ഫ്രഞ്ച് നോട്ട്. അടുത്തത്. വസ്ത്രങ്ങളിൽ ഇഴകൾ ഊരിപ്പോവാതിരിക്കുവാനായി ചെയ്യുന്ന തയ്യലാണ്. വസ്ത്രങ്ങളിൽ ഇഴകൾ ഊരിപ്പോവാതിരിക്കാൻ വേണ്ടി തയ്ക്കുന്ന തയ്യൽ ഏതാണ് എന്നാണ് ചോദ്യം. അതിൽ ടൈലർ സ്റ്റാക്ക്, ഹെമ്മിങ്, ഓവർകാസ്റ്റിംഗ്, ബാക്ക് സ്റ്റിച്ച്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ആൻസർ വന്നിരിക്കുന്നത് ഓവർകാസ്റ്റിംഗ് ആണ്. അരികുകളുടെ ഇഴ ഊരിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ തയ്ക്കുന്ന സ്റ്റിച്ചാണ് ഓവർകാസ്റ്റിംഗ്. നമ്മൾ സീമൊക്കെ തയ്ക്കാൻ വേണ്ടി ഓവർകാസ്റ്റിംഗ് സീമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മുടെ ഫസറ ഫാഷൻ്റെ ആപ്പിൽ ഇത് ക്ലാസ്സിലുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് തയ്യൽ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു എംബ്രോയ്ഡറി വർക്കാണ്. റണ്ണിങ് തയ്യൽ ഉപയോഗിച്ച് തയ്ക്കുന്ന ഒരു എംബ്രോയ്ഡറി വർക്ക് ഏതാണ്? ഇത് നമ്മൾ ട്രഡീഷണൽ എംബ്രോയ്ഡറി പഠിച്ച സമയത്ത് നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കച്ച് വർക്ക്, ആരി വർക്ക്, കാന്ത വർക്ക്, മിറർ വർക്ക്. കറക്റ്റ് ആൻസർ കാന്ത. റണ്ണിങ് സ്റ്റിച്ച് കൊണ്ട് മാത്രം എംബ്രോയ്ഡറി ചെയ്യുന്നൊരു വർക്കാണ് കാന്ത വർക്ക്. ഇത് ബംഗാളിലാണ് ചെയ്യുന്നത്. ബംഗാളിൽ കാന്ത വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടൊരു എംബ്രോയ്ഡറിയാണ് കാന്ത. ഒരു വലിയ ഡിസൈനിൽ ചെറിയ ഇതളുകൾ അല്ലെങ്കിൽ ദളങ്ങൾ ഉള്ള പൂക്കൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു എംബ്രോയ്ഡറി തയ്യൽ. ഇതൊന്നും നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ചെയിൻ തയ്യൽ, ലേസി ഡേസി തയ്യൽ, ഫ്രഞ്ച് നോട്ട് തയ്യൽ, സാറ്റിൻ തയ്യൽ. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ലേസി ഡേസി തയ്യൽ. അതായത് ഒരു വലിയ ഡിസൈനിൽ ചെറിയ ഇതളുകൾ, ചെറിയ ഒരു പൂക്കൾ അല്ലെങ്കിൽ ചെറിയ ദളങ്ങൾ തയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എംബ്രോയ്ഡറി ഏതെന്നാണ് ചോദ്യം.
ലേസി ഡേസിയാണ്. അതായത് ഒരു ചെയിൻ കൊണ്ട് തന്നെ ഒരു ഇതളുകൾ തയ്ക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു ചെയിൻ കൊണ്ട് ഇതളുകൾ തയ്ക്കാൻ സാധിക്കുന്ന സ്റ്റിച്ച് ചെയ്തു എന്നൊരു ചോദ്യം വരാം. അപ്പോൾ ലേസി ഡേസി 2-3 രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഒരു തയ്യലിൽ തന്നെ ഇതളുകൾ ഉണ്ടാക്കുന്നത് ഏതാണ്? അതുപോലെ ഒരു വലിയ ഡിസൈൻ ചെറിയ ഇതളുകൾ ഉള്ള പൂക്കൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന എംബ്രോയ്ഡറി തയ്യൽ ഏതാണ്? അങ്ങനെ പല രീതിയിൽ നമുക്ക് ലേസി ഡേസിക്ക് ചോദ്യം ഉണ്ടാക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. അടുത്തത്, ചീത്ത വശത്ത് ഗുണനാകൃതിയിലും നല്ല വശത്ത് ചതുരാകൃതിയിലും കാണപ്പെടുന്ന ഒരു മാർക്കിംഗ് സ്റ്റിച്ച്. ഇത് നമ്മൾ മാർക്കിംഗ് സ്റ്റിച്ച് എന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ സ്റ്റിച്ചിനെ കുറിച്ചിട്ടും. അപ്പോൾ അത് ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ് കണ്ടവർ കമൻറ്റ് ചെയ്യുക, നിങ്ങളിത് ആൻസർ ചെയ്തതാണോ അല്ലയോ എന്ന്. ചീത്തവശത്ത് ഗുണനാകൃതിയും നല്ല വശത്ത് ചതുരാകൃതിയിലും കാണപ്പെടുന്ന ഒരു മാർക്കിംഗ് സ്റ്റിച്ച് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ക്യൂൻ സ്റ്റിച്ച്, സ്റ്റാർ സ്റ്റിച്ച്, ക്രോസ് സ്റ്റിച്ച്, ഫെദർ സ്റ്റിച്ച്. അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ക്യൂൻ സ്റ്റിച്ച്. ക്യൂൻ സ്റ്റിച്ചാണ് മോശം വശത്ത് ഗുണനാകൃതിയിൽ വരുന്നത്. നല്ല വശത്ത് ചതുരത്തിലും മോശം വശത്ത് ഗുണനാകൃതിയിലുമാണ് എംബ്രോയ്ഡറി ഈ തയ്യൽ കാണപ്പെടുക. അടുത്തത്, തയ്യൽ മെഷീനിൽ തുണി വെച്ച് തയ്ക്കുന്ന ഭാഗത്ത് അർദ്ധവൃത്താകൃതിയിൽ കാണപ്പെടുന്ന ഭാഗത്തിന് ഡേഷ് എന്ന് പറയുന്നു. തയ്യൽ മെഷീനിൽ തുണി വെച്ച് തയ്ക്കുന്ന ഭാഗത്ത് അർദ്ധവൃത്താകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം. ഇതും നമ്മൾ മെഷീൻ്റെ പാർട്സ് പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഫീഡ് ഡോഗ്, പ്രഷർ ഫുട്ട്, ഫേസ് പ്ലേറ്റ്, നീഡിൽ പ്ലേറ്റ്. ആൻസർ നീഡിൽ പ്ലേറ്റ്. ഇതിനെ ത്രോട്ട് പ്ലേറ്റ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് രണ്ടുപേരും പഠിക്കണം. ചില സമയത്ത് ത്രോട്ട് പ്ലേറ്റ് ആണ് ഓപ്ഷനിലുള്ളതെങ്കിൽ നമുക്കത് അറിയാതെ പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നീഡിൽ പ്ലേറ്റിൻ്റെ മറ്റൊരു പേരാണ് ത്രോട്ട് പ്ലേറ്റ്. അടുത്തത്, തയ്ക്കുന്ന അവസരത്തിൽ നൂലിനെ നീളവും ഇടയിൽ വിട്ടിരിക്കുന്ന അകലവും സമമാക്കി ചെയ്തെടുക്കുന്ന ഒരു താൽക്കാലിക തയ്യലാണ്. അതായത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് നൂലിൻ്റെ നീളം ഇടയ്ക്ക് വിട്ടിരിക്കുന്ന നീളവും അകലവും ഒരേപോലെ ചെയ്യുന്ന ഒരു താൽക്കാലിക സ്റ്റിച്ച് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അൺഈവൻ ബാസ്റ്റിംഗ്, ഈവൺ ബാസ്റ്റിംഗ്, ടൈലേഴ്സ് ടാക്കിംഗ്, ക്രോസ് ബാസ്റ്റിംഗ്. ഇതൊക്കെ ടെമ്പററി സ്റ്റിച്ചാണ്. ഇതിൽ ആൻസർ ഈവൺ ബാസ്റ്റിംഗ് ആണ്. അൺഈവൺ ബാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തയ്ക്കുന്ന അവസരത്തിൽ നൂലിൻ്റെ നീളവും ഇടയിൽ വിട്ടിരിക്കുന്ന അകലവും വ്യത്യസ്തമായിരിക്കുന്നതാണ് അൺഈവൺ ബാസ്റ്റിംഗ്. ഒരേപോലെ ആയിരിക്കുന്നത് ഈവൺ ബാസ്റ്റിംഗ്. അധികം നമ്മൾ പഠിക്കുന്ന സമയങ്ങളെല്ലാം 4 ഓപ്ഷനും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത്രയും സമയമില്ല എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. അതുകൊണ്ടാണ് കറക്റ്റ് ആൻസർ മാത്രം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത്. അടുത്തത്, സ്റ്റിലറ്റോ എന്ന ഉപകരണം ഉപയോഗിച്ച് കുത്തിദ്വാരമുണ്ടാക്കി അതിനു ചുറ്റും എംബ്രോയ്ഡറി തയ്യൽ ഉപയോഗിച്ച് തയ്ച്ച് പൂർത്തിയാക്കുന്നതാണ്. ഏത് സ്റ്റിച്ച് ഏത് എംബ്രോയ്ഡറി എന്നാണ് ചോദ്യം. എക്കോബ ഹോള്, നെറ്റ്വർക്ക് ഹോള്, ഐലറ്റ് ഹോള്, പഞ്ച് ഹോള്. ഇതിൽ നിന്ന് ഏതാണ് സ്റ്റിലറ്റോ കുത്തി ദ്വാരമുണ്ടാക്കി എംബ്രോയ്ഡറി തയ്ക്കുന്നതാണ് ചോദ്യം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഐലറ്റ് ഹോളാണ്. ഐലറ്റ് ഹോളാണ് സ്റ്റിലറ്റോ ഉപയോഗിച്ച് നമ്മൾ ദ്വാരം ഉണ്ടാക്കിയിട്ട് എംബ്രോയ്ഡറി ചെയ്യുന്നത്. അതിന് നമുക്ക് ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഓവർകാസ്റ്റിംഗ് അല്ലെങ്കിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ചൊക്കെ നമുക്കതിന് ചെയ്യാം. അടുത്തത്, വസ്ത്രനിർമ്മാണശാലകളിൽ മോട്ടോർ ഘടിപ്പിച്ച തയ്യൽ മെഷീനുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത് നമ്മൾ പ്രത്യേകിച്ചൊരു നോട്ടായി പഠിക്കേണ്ട കാര്യങ്ങളല്ല, നമുക്ക് നോർമലി അറിയുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കുറഞ്ഞ തോതിലുള്ള ഉൽപ്പാദനം, തീരെ കുറഞ്ഞ തോതിലുള്ള ഉൽപ്പാദനം, ഉയർന്ന തോതിലുള്ള ഉൽപ്പാദനം, ശരാശരി ഉൽപ്പാദനം. നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ മെഷീനുകളിലും അല്ലെങ്കിൽ എല്ലാ കമ്പനികളിലും കൂടുതൽ മെഷീൻ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രി മെഷീനിൽ ഉൾപ്പെടുത്തുന്നതൊക്കെ എന്തിനാണ്? ഒരുപാട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് അത് തന്നെയാണ്, ഉയർന്ന തോതിൽ ഉൽപ്പാദനം. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് ടെമ്പററി സ്റ്റിച്ച് എന്നാണ് ചോദ്യം. ഇതിൽ കൊടുത്തിരിക്കുന്നത് റണ്ണിങ്, അൺഈവൻ ബാസ്റ്റിങ്, ബാക്ക് സ്റ്റിച്ച്, പിക്ക് സ്റ്റിച്ച്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ചുകൾ ഏതാണ് ടെമ്പററി സ്റ്റിച്ച് ഏതാണ് പെർമനൻറ്റ് സ്റ്റിച്ച് നമുക്ക് അറിയണം. ഇത് നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കണ്ട കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് അൺഈവൻ ബാസ്റ്റിംഗ്. അൺഈവൻ ബാസ്റ്റിംഗ് ആണ് ടെമ്പററി സ്റ്റിച്ച്. ബാസ്റ്റിംഗ് സ്റ്റിച്ചും അഥവാ ടാക്കിംഗ് സ്റ്റിച്ചൊക്കെ ഈ ടെമ്പററി സ്റ്റിച്ചായിട്ടാണ് വരുന്നത്.
എംബ്രോയ്ഡറി തയ്യലുകളാണ് പെർമനൻറ്റ് സ്റ്റിച്ചുകൾ എന്നറിയപ്പെടുന്നത്. അടുത്തത്, മോട്ടോർ ഘടിപ്പിച്ച തയ്യൽ മെഷീനിൽ ആക്സിലേറ്ററിൻ്റെ ജോലി എന്താണ്? സ്വിച്ചിനെ നിയന്ത്രിക്കുക, പവർ സ്വിച്ചിനെ നിയന്ത്രിക്കുക, സ്പീഡിനെ നിയന്ത്രിക്കുക, ബാലൻസ് വീലിനെ നിയന്ത്രിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണ വണ്ടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതേപോലെ തന്നെയാണ് നമുക്ക് മെഷീനിലും ഇത് നോർമലി ഇത് ചെയ്യും. നമ്മുടെ സീയിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സാധാരണയായി ചെയ്തുകൊണ്ട് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത് സ്പീഡിനെ നിയന്ത്രിക്കുക. സ്പീഡിനെ നിയന്ത്രിക്കാനാണ് ആക്സിലേറ്റർ ചെയ്യുന്നത്. വസ്ത്രത്തിലെ കേസിങ്ങിൽ റോസ്റ്റിംഗ് ദ്വാരങ്ങൾ പൂർത്തിയാക്കാൻ ഏത് സ്റ്റിച്ച് ഉപയോഗിക്കുന്നു? വസ്ത്രത്തിലെ കേസിങ്ങിൽ റോസ്റ്റിംഗ് ദ്വാരങ്ങൾ പൂർത്തിയാക്കാൻ ഏത് സ്റ്റിച്ച് ഉപയോഗിക്കുന്നു? റണ്ണിങ്, ബ്ലാങ്കറ്റ്, സാറ്റിൻ, ഹെറിംഗ് ബോൺ. ആൻസർ കൊടുത്തിരിക്കുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ഡ്രസ്സിങ്ങിൻ്റെ കേസിങ്ങിൽ റോസ്റ്റിംഗ്, അതായത് നമ്മുടെ ബട്ടൺ ഹോളിൻ്റെ ഇതിൽ ദ്വാരങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. താഴെ പറയുന്നവയിൽ മാർക്കിംഗ് സ്റ്റിച്ച് വിഭാഗത്തിൽപ്പെടുന്ന സ്റ്റിച്ച് ഏത്? മാർക്കിംഗ് സ്റ്റിച്ച് ഏതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് മാർക്കിംഗ് സ്റ്റിച്ച് എന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഹണി കോംബ് സ്റ്റിച്ച്, ക്രോസ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, വീറ്റ് സ്റ്റിച്ച്. ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ക്രോസ് സ്റ്റിച്ച്. അപ്പോൾ മാർക്കിംഗ് സ്റ്റിച്ച് ഏതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ മാർക്കിംഗ് സ്റ്റിച്ച് 3 ക്രോസ് സ്റ്റിച്ച്, സ്റ്റാർ സ്റ്റിച്ച്, ക്യൂൻ സ്റ്റിച്ച്. അടുത്തത്, ചെയിൻ സ്റ്റിച്ച് മാത്രം ഉപയോഗിച്ച് ഒരു ഡിസൈൻ തയ്ച്ച് പൂർത്തിയാക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ച് മാത്രം ഒരു ഡിസൈൻ ഫുള്ളായിട്ട് തയ്ച്ച് ചെയ്യുന്നതിന് എന്താണ് പറയുന്നതാണ് ചോദ്യം. ഷെയ്ഡ് എംബ്രോയ്ഡറി, കച്ച് വർക്ക് എംബ്രോയ്ഡറി, താമ്പൂർ എംബ്രോയ്ഡറി, ആരി വർക്ക് എംബ്രോയ്ഡറി. അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഷെയ്ഡ് എംബ്രോയ്ഡറി, എന്താണ് കച്ച് വർക്ക് എംബ്രോയ്ഡറി, എന്താണ് താമ്പൂർ എംബ്രോയ്ഡറി, എന്താണ് ആരി വർക്ക് എംബ്രോയ്ഡറി എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. മറ്റു ക്വസ്റ്റ്യനുകളിലേക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ആൻസർ വന്നിരിക്കുന്നത് താമ്പൂർ എംബ്രോയ്ഡറി എന്നാണ്. ഇത് പല ക്വസ്റ്റ്യനും വന്ന ഒരു പല എക്സാമിനും വന്നൊരു ക്വസ്റ്റ്യനാണ് താമ്പൂർ എംബ്രോയ്ഡറിയെ കുറിച്ച്. തയ്ക്കുന്ന അവസരത്തിൽ തയ്ക്കുന്ന തുണി ശരിയായ രീതിയിൽ മുന്നോട്ട് നീങ്ങുന്നത് എങ്ങനെ പരിഹരിക്കുവാൻ സാധിക്കും? തയ്യൽ മെഷീൻ ഓയിൽ മാത്രം ഉപയോഗിക്കുക, പ്രഷർ ഫുട്ടും അതിൻ്റെ പ്രഷറും പരിശോധിക്കുക, ഷട്ടിൽ റേസിൽ കുരുങ്ങിയ നൂൽ മാറ്റുക, ഓയിൽ കട്ടിയാക്കുക. തയ്ക്കുന്ന തുണി ശരിയായ രീതിയിൽ മുന്നോട്ട് നീങ്ങുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം. എങ്ങനെ പരിഹരിക്കുവാൻ സാധിക്കും എന്നാണ് ചോദ്യത്തിലൊരു ഇതുണ്ട്, ക്ലാരിറ്റി കുറവുണ്ട്. എങ്കിലും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും, അതിനെന്താണ് പരിഹാരം എന്നാണ് ചോദ്യം. അതിൽ ആൻസർ വന്നിരിക്കുന്നത് പ്രഷർ ഫുട്ടും അതിൻ്റെ പ്രഷറും പരിശോധിക്കുക. അതായത് തയ്യൽ മെഷീൻ മുന്നോട്ട് നീങ്ങുന്നില്ല എങ്കിൽ എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പ്രഷർ ഫുട്ടും അതിൻ്റെ പ്രഷറും പരിശോധിക്കുക. തയ്യൽ മെഷീൻ പ്രവർത്തിക്കുന്നതിനും പ്രവർത്തനം നിർത്തുന്നതിനും സഹായിക്കുന്ന ഭാഗം ഏതാണ്? ആൻസർ സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ, ഫ്ലൈ വീല്, ബോബിൻ വൈൻഡർ, പ്രഷർ ഫുട്ട്. ഇതും ഒരു കൺഫ്യൂസിങ് ഫാക്റ്റാണ്. നമ്മൾ ആൻസർ ചെയ്യാൻ പോവുക ഫ്ലൈ വീലാണ്. കാരണം ഫ്ലൈ വീൽ കറങ്ങുമ്പോഴാണ് മെഷീൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ ലൂസ് ആയിട്ട് ഫ്ലൈ വീൽ കറങ്ങിയാൽ മെഷീൻ പ്രവർത്തിക്കില്ല. അപ്പോൾ സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ കൂടെ കറങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യും, മെഷീൻ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു തയ്യൽ മെഷീനിൽ ഓയിലിംഗ്, ക്ലീനിങ് ഇവ ചെയ്ത് ക്രമീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യും? അതായത് PSC പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ ആൻസർ കൊടുത്തിരിക്കുന്നത് സ്വിച്ച് ഓഫ്, അൺപ്ലഗ്, സ്വിച്ച് ഓൺ, മെയിൻ ഓഫ്. ഈ 4 ഓപ്ഷനിൽ 2 ആൻസർ ശരിയാണ്. സ്വിച്ച് ഓഫ് ചെയ്ത് നമുക്ക് ക്ലീനിങ്ങും ഓയിലിങ്ങും നടത്താം, അതേപോലെ അൺപ്ലഗും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. കാരണം 2 ആൻസറും വന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അടുത്തത്, തയ്യൽ മെഷീനിൽ തയ്യൽ നീളത്തെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? അതായത് തയ്യൽ മെഷീനിൻ്റെ സ്റ്റിച്ചിൻ്റെ വലിപ്പം നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണെന്നാണ് ചോദ്യം. ഇതും തയ്യൽ മെഷീൻ്റെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പാർട്സ് ഓഫ് സീയിങ് മെഷീൻ എന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
അതിലിപ്പം ഇതിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പ്രഷർ ഫുഡ് ലിഫ്റ്റർ, നീഡിൽ ബാർ, ഫീഡ് ഡോഗ്, സ്റ്റിച്ച് റെഗുലേറ്റർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് സ്റ്റിച്ച് റെഗുലേറ്റർ. ഇത് നമ്മൾ പാർട്സ് ഓഫ് സീയിങ് മെഷീനിൽ പഠിച്ചതാണ്. സ്റ്റിച്ച് റെഗുലേറ്റർ മുകളിലോട്ട് പൊക്കുന്ന സമയത്ത് ലെങ്ത് കൂടുകയും താഴോട്ട് താഴ്ത്തുന്ന സമയത്ത് സ്റ്റിച്ച് അടുപ്പിച്ച് വരികയും ചെയ്യുന്നു. അപ്പോൾ തയ്യൽ മെഷീനിൽ തയ്യൽ നീളത്തെ നിയന്ത്രിക്കുന്ന ഭാഗം സ്റ്റിച്ച് റെഗുലേറ്ററാണ്. നോട്ടിഫിക്കേഷൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ, സിലബസുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്ര മാർക്കിനാണ് ഓരോ ടോപ്പിക്കിൽ നിന്നും, കളറിൻ്റെ ഭാഗത്തു നിന്ന് എത്രയാണ്, സീയിങ് മെഷീൻ്റെ ഭാഗത്തു നിന്ന് എത്രയാണ്, ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ്റെ ഭാഗത്തു നിന്ന് എത്രയാണ്, അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് പഠിച്ചവർക്ക് നന്നായിട്ട് നമുക്കിത് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇത് ഏകദേശവും ചോദിച്ചിരിക്കുന്ന ഇപ്പോൾ 20 ക്വസ്റ്റ്യനിൽ 3/4 ഭാഗവും 90% നമ്മൾ ക്ലാസ് എടുത്ത ഭാഗങ്ങൾ ഉൾപ്പെട്ട ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ സീയിങ് മെഷീൻ്റെ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിലബസ് അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ആ പരീക്ഷയിൽ വിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ക്ലാസ്സിൻ്റെ അഭിപ്രായം അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. സീയിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ PSC ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സീയിങ് PSC കോച്ചിങ്ങിനും കേഡറ്റ് കാറ്റഗറി 4 സീയിങ് ക്ലാസ്സുകൾക്കും ഫസറ ഫാഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.